നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധം 2.5 മാസം പിന്നിടുമ്പോൾ ബന്ദികളെ വിട്ടുകിട്ടാൻ പരമാവധി വിട്ടുവീഴ്ചയ്ക്ക് ഒരുക്കമാണെന്ന് ഇസ്രായേൽ അറിയിച്ചെങ്കിലും ആക്രമണം അവസാനിപ്പിക്കാനാകാതെ ചർച്ചയില്ലെന്ന നിലപാടിൽ ഉറച്ച ഹമാസ് 2 ആഴ്ച മുതൽ 1 മാസം വരെ വെടിനിർത്താമെന്ന നിർദ്ദേശവും മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പരമാവധി സിവിലിയൻ കുരുതി ഒഴിവാക്കാനും ഗാസയിൽ കൂടുതൽ ഉൽപ്പന്നം എത്തിക്കാനും ഇസ്രായേലിനോട് നിർദ്ദേശിച്ചതായി US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. ഗാസയിൽ മരണം 20,000 കടന്നു. അമേരിക്കയുടെ വീറ്റോ ഒഴിവാക്കാൻ രക്ഷാസമിതിയിലെ വോട്ടിംഗ് വീണ്ടും മാറ്റി. അതിനിടെ യമനെ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന താക്കീതുമായി ഹൂതികൾ വീണ്ടും രംഗത്തെത്തി. ആഭ്യന്തര അന്തർദേശീയ സമ്മർദ്ദം കടുത്തതോടെ ബന്ദികളുടെ കൈമാറ്റം ഉറപ്പാക്കാൻ ഉദാര വെടിനിർത്തൽ നിർദ്ദേശവുമായി ഇസ്രായേൽ രംഗത്തെത്തി. ഹമാസ് ബന്ദികളാക്കിയ 40 പേരെ മോചിപ്പിച്ചാൽ 2 ആഴ്ച മുതൽ 1 മാസം വരെ വെടിനിർത്താൻ തയ്യാറാണെന്ന് മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായി ഇസ്രായേലി ചാനൽ 13 റിപ്പോർട്ട് ചെയ്തു. ഹമാസിന്റെ പ്രധാന തടവുകാരെ മോചിപ്പിക്കുന്നതിന് പുറമെ ഗാസയിലെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് സൈനിക പിന്മാറ്റത്തിന് തയ്യാറാണെന്നും അറിയിച്ചതായി ചാനൽ റിപ്പോർട്ട് ചെയ്തു. ഗാസയിലെ സൈനിക നടപടിയിൽ ചില മാറ്റങ്ങൾ വരുത്താൻ സന്നദ്ധമാണെന്നും അതിനെ തങ്ങളുടെ വിജയമായി ഹമാസ് വിലയിരുത്തിയാൽ പോലും പ്രശ്നമില്ലെന്നും മധ്യസ്ഥ രാജ്യങ്ങൾക്ക് ഉറപ്പു നൽകിയതായി ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നു. ഈജിപ്ത് നേതാക്കൾ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹന്നിയയ്ക്ക് മുമ്പാകെ ഇസ്രായേൽ നിർദ്ദേശം സമർപ്പിച്ചു. എന്നാൽ സമ്പൂർണ്ണ വെടിനിർത്തൽ ഇല്ലാതെ ചർച്ചയ്ക്കില്ലെന്ന് തന്നെയാണ് പ്രതികരണം. ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ ഇന്നലെ രാത്രി വാർത്താ സമ്മേളനത്തിലും ഇതുതന്നെ ആവർത്തിച്ചു. യുദ്ധം നിർത്തണമെങ്കിൽ ഹമാസ് ആയുധം താഴെ വെക്കണമെന്നും ഒക്ടോബർ 7 ആക്രമണത്തിന് ഉത്തരവാദികളായവരെ കൈമാറണമെന്നുമാണ് ഇസ്രായേൽ സൈനിക മേധാവിയുടെ നിലപാട്. അതിനിടെ US വീണ്ടും വീറ്റോ ചെയ്യുമെന്ന ആശങ്കയുടെ പേരിൽ UN രക്ഷാസമിതി വെടിനിർത്തൽ പ്രമേയത്തിലെ വോട്ടിംഗ് ഇന്നേക്ക് മാറ്റി. വെടിനിർത്തൽ എന്ന പ്രയോഗത്തിന് പകരം ശത്രുത വൈകാതെ താൽക്കാലികമായി നിർത്തിവെക്കണമെന്നാക്കി പ്രമേയ വാചകം മാറ്റിയിരുന്നു. ഗാസയിലേക്ക് ഇസ്രായേൽ പരിശോധന നടത്തിയ ട്രക്കുകൾ പരിമിതമായി കടത്തിവിടുന്നത് UN നിയന്ത്രണത്തിലേക്ക് മാറുന്നത് അംഗീകരിക്കാൻ ആകില്ലെന്നാണ് US ഇന്നലെ അറിയിച്ചത്. ചെങ്കടലിൽ സംയുക്ത നാവിക സുരക്ഷാ സേനയ്ക്ക് അമേരിക്ക രൂപം നൽകിയെങ്കിലും പിന്മാറില്ലെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഹൂതികൾ. യമനെ ആക്രമിച്ചാൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ വിലയൊടുക്കേണ്ടി വരുമെന്ന് ഹൂതികൾ മുന്നറിയിപ്പ് നൽകി. ഗാസയിലെ കൂട്ടക്കുരുതിയിൽ പ്രതിഷേധിച്ച് ഇസ്രായേലി കപ്പലുകൾക്ക് പ്രവേശനം നിരോധിച്ച് മലേഷ്യയും രംഗത്ത് വന്നു. ഹൂതികളും മലേഷ്യയും നൽകുന്ന സഹകരണത്തിന് ഹമാസ് നേതാക്കൾ നന്ദി അറിയിച്ചു. അതിനിടെ വടക്കൻ തെക്കൻ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 200-ലേറെ പേർ ഇന്നലെയും കൊല്ലപ്പെട്ടു. ഗാസയിൽ ഇതിനകം മരണം 20,000 കടന്നു. ഇവരിൽ 8,000 കുട്ടികളും 6,200 സ്ത്രീകളും ഉൾപ്പെടും. ലെബനാനും സിറിയയ്ക്കും നേരെ വ്യോമാക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഗാസയിൽ നിരവധി സൈനികരെ കൊലപ്പെടുത്തുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തതായി അൽ ഖസാം ബ്രിഗേഡ് പ്രതികരിച്ചു.